പ്രിയപ്പെട്ടവരെ, 2026 വർഷം ജനുവരി മാസം 1 മുതൽ ഡിസംബർ മാസം 31 വരെയുള്ള കാലഘട്ടത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ധനപരമായിട്ടും കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എപ്രകാരം നിൽക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ദിശാബോധമായി നമുക്കതിലൂടെ നേട്ടങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദോഷകരമായിട്ട് മാറിയേക്കാവുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞേക്കാൻ പറ്റും. അതൊക്കെ വളരെ ഗുണകരമായിരിക്കും. മാത്രമല്ല, ഓരോ മാസത്തെ പ്രധാന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഗുണങ്ങൾ വർദ്ധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. ദോഷങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ സമഗ്രമായിട്ട് 2026 എങ്ങനെ വീക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മളിവിടെ ഗ്രഹത്തിന്റെ പൊസിഷനോ മറ്റൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒന്നും പറയുന്നില്ല. നേരെ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് കേൾക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസം ഉണ്ടാവുകയില്ല. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് നമുക്കിപ്പോൾ ഒരു വാട്സപ്പ് ചാനൽ ഉണ്ട്. തികച്ചും സൗജന്യമാണിത്. എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിൽ ഇത്തരം വിഷയങ്ങൾ അപ്ഡേഷനായിട്ട് ലഭിക്കുന്നതാണ്. അതിനായിട്ട് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് വഴിക്ക് നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്താൽ മതി. ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇത്രയും രേഖപ്പെടുത്തിയാൽ ഒരു മാസത്തേക്ക് ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാം. ഒരു മാസത്തേക്കേ ഉള്ളൂ. കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അഡ്മിൻ അത് നോട്ട് ചെയ്തിട്ട് എൻ്റെ തരും. ഞാനത് ആ പൂജാകർമ്മങ്ങൾ നിർവഹിച്ച് തരികയും ചെയ്യും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. കാര്യം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ പുതുതായിട്ട് വീഡിയോകൾ വരുന്നത് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭ്യമാകുക. അതും കൂടെ പ്രയോജനപ്പെടുത്താമല്ലോ. അപ്പോൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 വർഷം പ്രതീക്ഷാനിർഭരമായിട്ടുള്ളൊരു കാലയളവായിട്ടാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ ചില നെഗറ്റീവൊക്കെ ആചാര്യന്മാരെ പറഞ്ഞു തരുമെങ്കിലും എനിക്ക് ഈ ഒരു രാശിനിലയെ കാണുമ്പോൾ കുറച്ച് പ്രതീക്ഷകളൊക്കെയാണ് ഉള്ളത്. കാര്യം, നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഈശ്വരാധീനം ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ധനപരമായിട്ടുള്ള കോട്ടങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ടായി വരും. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യം, മുൻകാലങ്ങളിലുണ്ടായ ശീലം അതേപടി അനുവർത്തിച്ചിട്ട് ഈ കാലയളവിൽ നന്നായി വരുമോ എന്ന് ചോദിച്ചാൽ അതുണ്ടാവാൻ സാധ്യത കുറവല്ലേ. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലും ചില പുരോഗമനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടി ഉന്മേഷവതികളും ഒക്കെ ആയി മാറാൻ കഴിയുന്നതാണ്. അതേക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ധനസ്ഥിതിയിലേക്ക് വരുമ്പോൾ ധനസ്ഥിതി ഒരു സുസ്ഥിരമായിട്ടുള്ള സ്ഥാനത്തല്ല കാണപ്പെടുന്നത്. ഒന്നിടവിട്ട മാസങ്ങളിൽ ഒരു വോളറ്റൈലിറ്റി, ഒരു കുറഞ്ഞും കൂടിയും അങ്ങനെയുള്ളൊരു സ്ഥിതിയിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ധന വിനിയോഗത്തിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അതായത് ഒരു മാസം കുറച്ച് ധനം കൂടുതൽ കിട്ടിയാൽ അടുത്ത മാസത്തേക്ക് കുറഞ്ഞേക്കാം. അതിനെ അനുബന്ധിച്ച് നമ്മുടെ ചെലവിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. വരവും ചെലവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ വർഷം കുറച്ച് പാടുപെടും. പക്ഷെ നമ്മളൊരു ചിട്ടയായിട്ടുള്ള ശീലം കൈവരിക്കാമെങ്കിൽ നമുക്കിതിനെ മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ തുടങ്ങി വെച്ച ചില ബാധ്യതകളൊക്കെ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അതിലൂടെ ഒരുവിധം അത് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല, നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ വന്നു ചേരാം. വസ്തുവകകളോ മറ്റോ ഭാഗം വെച്ചിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായി വരാമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല, വസ്തു ക്രയവിക്രയാദി കാര്യങ്ങൾ ചെയ്തിട്ട് അതിലൂടെയും നമുക്ക് നേട്ടമുണ്ടായി വരാമെന്ന് കാണുന്നുണ്ട്. പുതിയ തൊഴിൽ വഴിക്കും നേട്ടം സൃഷ്ടിക്കാമെന്നുള്ളൊരു സാധ്യത വയ്ക്കുന്നതുകൊണ്ട് അത് അനുഗ്രഹമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആരോഗ്യസ്ഥിതിയിലേക്ക് വരുമ്പം പുതിയ ചിട്ടയായ ശീലങ്ങളിലൂടെ ആരോഗ്യത്തിൽ പുരോഗതി കൈവരിക്കാൻ പറ്റും. അമിത ഭാരമൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിലൂടെ നമ്മുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഉത്തമരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള സഹവാസം മൂലം മനസ്സിലുണ്ടാകുന്ന ആഘാതങ്ങളെയെല്ലാം മാറ്റി സമാധാനം നിലനിർത്താൻ കഴിയുന്നതാണ്. ബന്ധങ്ങളിൽ കുറച്ചുകൂടി ദൃഢത പുലർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി വരുന്നതാണ്. അത് മാനസിക ഉല്ലാസത്തിന് കാരണമായി ഭവിക്കുന്നതാണ്. പഴകിയ രോഗങ്ങളെ അവഗണിക്കുന്നത് ചിലപ്പോൾ നമുക്കത് കുറച്ച് രൂക്ഷമാകാൻ
കാരണമുണ്ട്, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന്മേൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം. കുടുംബത്തിലെ കുട്ടികളായിട്ടുള്ളവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി വരിക എന്നുള്ളത് കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് വയറിനെ സംബന്ധിച്ചിടത്തുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ജാഗ്രത പ്രദർശിപ്പിക്കേണ്ടതാണ്. ദാമ്പത്യസ്ഥിതിയിലേക്ക് കടക്കുമ്പോൾ ദാമ്പത്യ മേഖല കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മാറുന്നുണ്ട്. കുടുംബത്തിനകത്തുണ്ടാകുന്ന വഴക്കും വക്കാണങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ്. വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന ചില പാളിച്ചകൾ കുടുംബജീവിതത്തിൽ പ്രതിഫലനങ്ങളായി വരാനും അത് സംഘർഷങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. ചില ബാധ്യതകൾ സ്വയം ഏറ്റെടുത്ത് കുഴങ്ങിപ്പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള വാക്കുകൊടുക്കലുകളൊക്കെ ഒഴിവാക്കപ്പെടേണ്ട കാലം കൂടിയായിരിക്കും ഇത്. തൊഴിൽ സ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പുതിയ തൊഴിൽ മേഖലകളൊക്കെ നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. സ്വയം തൊഴിലിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റും. കൃഷിയിൽ നിന്ന് ആദായം കിട്ടുന്ന കാലയളവാണ്. പക്ഷെ വന്യമൃഗങ്ങളുടെ ഏരിയയിൽ താമസിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. മഴയുമായി ബന്ധപ്പെട്ട വിളവെടുപ്പുകൾക്ക് അത്ര ഗുണകരമായിട്ടുള്ള കാലയളവല്ല എന്നത് ഓർക്കേണ്ടതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ്. പക്ഷെ വിദേശത്ത് തൊഴിൽ ഉറപ്പുവരുത്തിയിട്ട് മാത്രം കയറി പോകുന്നതാണ് ഈ ഒരു കാലയളവിൽ നല്ലത്. അവിടെ വിദേശത്ത് നിന്നും 2-3 മാസം നിന്നതിന് ശേഷം പുതിയ ജോലി തിരഞ്ഞെടുക്കുക, അവിടുന്ന് കിട്ടും എന്നൊക്കെ കരുതി പോകുന്നവർക്ക് പലപ്പോഴും നിരാശപ്പെടേണ്ടുന്ന അവസ്ഥയും ഉണ്ടായി വരാം എന്നുള്ളത് ഇതിനോടൊപ്പം സൂചിപ്പിക്കുകയാണ്. സർക്കാർ തലത്തിലേക്കുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഒരുങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ PSCക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടുകൂടി പഠിക്കുന്നത് ഗുണകരമാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് മാസഫലത്തിലേക്ക് വരാം. ജനുവരി മാസത്തിൽ ചില ഏറ്റെടുപ്പുകൾ നടത്താൻ കഴിയുന്നതും വസ്തുവകകളുമായി ബന്ധപ്പെട്ട് കൊടുക്കൽ വാങ്ങൽ മുതലായവയ്ക്ക് അനുകൂലമായിട്ടുള്ള കാലയളവാണ്. വിദേശ യാത്രകൾക്ക് കൂടുതൽ സാധ്യതയുള്ള കാലയളവാണ്. വിവാഹ മംഗളാദി കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗവുമുണ്ട്. ഫെബ്രുവരി മാസത്തിൽ പ്രണയത്തിൽ ചില കല്ലുകടികൾ ഉണ്ടാകാനും വീണ്ടും വിചാരമില്ലാത്ത വാക്കുകൾ മൂലം ബന്ധുജനങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടായി വരാനും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും പട്ടാളം, പോലീസ് മുതലായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ആദ്യായ കാര്യങ്ങൾ ലഭ്യമാകാനും വസ്തുനിഷ്ഠമായിട്ടുള്ള അഭിപ്രായത്തിലൂടെ സമൂഹത്തിൽ വിലയും നിലയും വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. മാർച്ച് മാസത്തിൽ പരീക്ഷാദി കാര്യങ്ങളെ ഭയക്കുന്നതിനും പുതിയ പ്രവർത്തനത്തിലൂടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും പുതിയ വാഹനങ്ങളൊക്കെ സ്വന്തമാക്കുന്നതിനും ഷെയർ മാർക്കറ്റിലൂടെയും മറ്റും കുറച്ച് ധനനഷ്ടം ഉണ്ടായി വരുന്നതിനും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ പുതിയ ചുവടുവയ്പ്പുകൾ നടത്തുന്നതിനും കാലം ഗുണകരമാണ്. ഏപ്രിൽ മാസത്തിൽ സഹോദര സ്ഥാനീയരുമായിട്ട് തർക്കത്തിനും പുതിയ വ്യവസായത്തിലൂടെ നേട്ടം കൈവരിക്കുന്നതിനും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അവരിൽ നിന്നുള്ള പരിചയത്തിലൂടെ നേട്ടം കൈവരിക്കുന്നതിനും കഫജന്യമായിട്ടുള്ള രോഗങ്ങൾ മൂർച്ഛിക്കുന്നതിനും കാരണം കാണുന്നുണ്ട്. മെയ് മാസത്തിൽ ഉത്തരവാദിത്വ രാഹിത്യം മൂലം തൊഴിലെടുത്ത് പഴി കേൾക്കുന്നതിനും അമിതമായ ഉത്കണ്ഠയും ചിന്തയും ഉണ്ടായി വരുന്നതിനും ദേവതാ പ്രാധാന്യമുള്ള സ്ഥാനങ്ങൾ സന്ദർശിക്കുന്നതിനും മാസാവസാന വാരം മനസ്സിനെ ലഘൂകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും കാരണമുണ്ട്. ജൂൺ മാസത്തിൽ അലർജി രോഗങ്ങളുള്ളവർ അത് മൂർച്ഛിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാഹനയാത്രയിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടുന്ന കാലഘട്ടവും കൂടിയാണിത്. ദീർഘദൂര യാത്രകൾക്ക് അനുയോജ്യമായ കാലയളവാണ്. എന്നാൽ ട്രെയിൻ യാത്രയിലൊക്കെ പോകുന്നവർ വാതിൽപ്പടി അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ചെന്ന് നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുതിയ തൊഴിൽ മേഖല തുറന്നു കിട്ടുന്നതിനും കൂട്ടു ബിസിനസ്സിലൂടെ നേട്ടം ഉണ്ടാക്കുന്നതിനും ഈ കാലയളവ് ഗുണകരമാണ്. ജൂലൈ മാസത്തിൽ മാതാപിതാക്കളും സന്താനങ്ങളുമായിട്ട് തർക്കങ്ങൾ ഉടലെടുക്കുന്നതിനും അനാവശ്യമായ ആരോപണത്തിന് മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുന്നതിനും ഭക്ഷ്യ സംബന്ധമായ അലർജികൾ ഉണ്ടായി വരുന്നതിനും പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിക്കുന്നതിനും പരീക്ഷാ വിജയം ഉണ്ടാകുന്നതിനും കാലം ഗുണകരമാകുന്നു. വ്യക്തിപരമല്ലാത്ത കാര്യങ്ങളെ ചൊല്ലി തർക്കം ഉണ്ടായി വരികയും ഏറ്റെടുത്ത വിഷയത്തിന്മേൽ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് തന്നെ അപമാനിക്കപ്പെടുകയും സന്താന സൗഭാഗ്യം ഉണ്ടായി വരികയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപദേശിക്കാൻ പോയിട്ട് പഴി കേൾക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായി വരികയും പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഓഗസ്റ്റ് മാസത്തിൽ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടായി വരികയും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ തിരികെ വന്നു ചേരുന്നതിനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനും കലാകായിക രംഗങ്ങളിൽ മേന്മ പുലർത്തുന്നതിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ബന്ധപ്പെട്ട ചില അലർജി രോഗങ്ങൾ ഉണ്ടായി വരാനും സാധ്യതയുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിനും പ്രണയം വിവാഹ കാര്യങ്ങളിലേക്ക് കലാശിക്കുന്നതിനും മനസ്സിലുണ്ടായിരുന്ന വ്യാധികൾ അകറ്റുന്നതിനും പൂജാകർമ്മങ്ങളിലൂടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും കാരണമുണ്ട്. ഒക്ടോബർ മാസത്തിൽ ചില വ്യക്തികൾ ദേവതുല്യരെ പോലെ കടന്നു വരുന്നത് നമ്മുടെ പ്രയാസങ്ങളെ അകറ്റിയെടുക്കുന്നതിനും പുതിയ ദിശാബോധത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യുക വഴി നേട്ടം കൈവരിക്കുന്നതിനും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ മറികടക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും
പുതിയ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ മുന്നിലുള്ള പ്രയാസങ്ങളെ മറികടക്കാൻ കഴിയുന്നതുമാകുന്നു. നവംബർ മാസത്തിൽ സൂചി അതുപോലുള്ള കൂർത്ത വസ്തുക്കളിൽ നിന്ന് മുറിവ് പറ്റുന്നതിനും ദന്തക്ഷയം ഉണ്ടായി വരുന്നതിനും ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്ര സന്ദർശനം നടത്തുന്നതിനും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടായി വരുന്നതിനും ഈ കാലയളവ് ഗുണകരമാണ്. ഡിസംബർ മാസത്തിൽ വ്യക്തിവിദ്വേഷങ്ങൾ മാറ്റിവെച്ച് സൗഹൃദത്തിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായി വരുന്നതും ആരോപണങ്ങളെ സധൈര്യം നേരിടുന്നതിനും പുതിയ നീക്കത്തിലൂടെ സാമ്പത്തിക മേന്മ ഉണ്ടാക്കിയെടുക്കുന്നതിനും നഷ്ടസാധ്യത കൂടി വരുന്ന വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പുതിയ ചിന്താ പദ്ധതിയിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും മാസാവസാന വാരം അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ചെന്നുപെട്ടിട്ട് ആരോഗ്യനില കുറച്ച് മോശമാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ജാഗ്രത പുലർത്തേണ്ടതുമാണ്. അപ്പോൾ 2026 പൊതുഫലങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങളെ കുറച്ചു കൊണ്ടുവരുവാനുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി തരാം. മാസാവസാന തിങ്കളാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക. സുബ്രഹ്മണ്യന് ത്രിമധുരം നേദിക്കുക. ഷഷ്ടി തോറും ഗണപതി യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിലണിയുക. ശാസ്താക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച തോറും ദർശനം നടത്തുക. കുടുംബക്ഷേത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുക. യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. വീട്ടിൽ ഭഗവതി സേവ ചെയ്യുക. ഇവയൊക്കെ പരിഹാരങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങളെ പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ചിലർക്ക് ഇൻഡിവിജ്വലായിട്ട് അവരുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉത്തമനായ ഒരു ജ്യോതിഷനെ കണ്ടിട്ട് 2026 പൂർണ്ണമായ കാര്യങ്ങൾ നിങ്ങളുടെ ജാതകം വെച്ച് തന്നെ പരിശോധിക്കാവുന്നതാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കരുത്. ഇത് അഡ്മിൻ നമ്പറാണ്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.